നമസ്കാരം. കേതലിന് ജീവപര്യന്തം. കുടുംബത്തോട് തോന്നിയ പകയിൽ 4 പേരെ ചുട്ടരിച്ച കേതൽ ജിൻസൺ രാജയ്ക്ക് 8 വർഷങ്ങൾക്കിപ്പുറം കോടതി ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു. നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. പിഴത്തുക ബന്ധുവായിട്ടുള്ള ജോസിന് നൽകണമെന്ന് വിധിച്ച കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും നിരീക്ഷിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് 6ാം കോടതിയാണ് ഇത്തരത്തിലൊരു ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ കേതലിന് ജീവപര്യന്തം തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. ആ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന നിലയിലൊക്കെയായിരുന്നു ഇതാദ്യം കണ്ടെത്തിയിരുന്നതെങ്കിലും കോടതി അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. 2017 ഏപ്രിൽ 9 പുറം ലോകമറിഞ്ഞ കേസിൽ 8 വർഷത്തിന് ശേഷമാണ് കോടതി ഇപ്പോൾ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. ശേഷം വാദം കേട്ട് വിധി ഇന്ന് പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും കൃത്യം നടന്നതിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക രോഗമില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറ്റവരെ കൊല്ലാൻ പ്രതിക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ ചോദിച്ചത്. എന്നാൽ പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നും പ്രതിയുടെ പ്രായം കൂടി പരിഗണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് പരിഗണിക്കണമെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നാൽ ആസൂത്രിത കൊലപാതകമാണ് പ്രതി നടത്തിയത് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു. പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നും കൊലപാതകത്തിന് ശേഷം ചെന്നൈക്ക് പോയപ്പോൾ പ്രധാന രേഖകളെല്ലാം എടുത്തു പോയതായിട്ടും പറയുന്നുണ്ട്. മാനസിക പ്രശ്നങ്ങൾ ഉള്ളയാൾക്ക് ഇങ്ങനെ ചെയ്യാനാവില്ല, പ്രതിക്ക് പശ്ചാത്താപം ഇല്ല എന്നുകൂടി പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. പ്രതി കൃത്യം നടത്തിയത് പൂർണ്ണ ബോധ്യത്തോടെ അല്ല, പ്രായം പരിഗണിക്കണം, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസല്ലെന്ന് ആയിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജിൻസൺ രാജയ്ക്ക് കേതലിന് ഇപ്പോൾ ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച കേസിലെ ഏക പ്രതിയാണ് കേതൽ ജിൻസൺ രാജ. 2017 ഏപ്രിൽ 5 അച്ഛൻ പ്രൊഫസർ രാജ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മം, സഹോദരി കരോളിൻ, ബന്ധുവായിട്ടുള്ള ലളിത എന്നിവരെ കേതൽ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാത്രമല്ല ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിരുന്നത്. മാത്രമല്ല കേതലിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തന്നെ തെളിഞ്ഞ സാഹചര്യവുമായിരുന്നു. അതെല്ലാം കോടതി കണ്ടെത്തിയതാണ്. ആ സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേരളത്തെ നടുക്കിയ നന്തങ്കോട് കൂട്ടക്കൊല കേസിലെ പ്രതി കേതൽ ജിൻസൺ രാജയുടെ ശിക്ഷയിൽ മേലുള്ള വാദം തുടങ്ങിയപ്പോൾ തന്നെ കേതലിൻ്റെ പ്രായം പരിഗണിക്കണമെന്നും മാനസിക വൈകല്യമുണ്ട് എന്നൊക്കെ പ്രതിഭാഗം വാദിച്ചുകൊണ്ടിരുന്നു. മാനസികാരോഗ്യമുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെ 3 പേരെ കത്തിച്ചു കൊല്ലും എന്നൊക്കെ പ്രോസിക്യൂഷൻ തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരോടും സഹകരിച്ചില്ല എന്നത് മാനസിക രോഗം എന്ന് അല്ല എന്നുകൂടി പ്രോസിക്യൂഷൻ പറഞ്ഞു. ജന്മം നൽകിയ അമ്മയെയും കാഴ്ചയില്ലാത്ത സഹോദരിയെയും ഒക്കെ എങ്ങനെ കൊല്ലാൻ ഇയാൾക്ക് സാധിച്ചു എന്നും ചോദിക്കുന്നുണ്ട്. കേതൽ ഇനി പുറത്തിറങ്ങിയാൽ തന്നെ ഇയാൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യില്ല എന്നുള്ളതിന് എന്തുറപ്പാണ് എന്നുകൂടി പ്രോസിക്യൂഷൻ ചോദിക്കുകയുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വിധി വരികയും ചെയ്തത്. 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് എന്ന് പറയപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പ്രോസിക്യൂഷൻ നേരത്തെയൊക്കെ വാദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുടുംബത്തോട് തോന്നിയ വിരോധത്താൽ അച്ഛനെയും അമ്മയെയും ഒപ്പം തന്നെ സഹോദരിയെയും കൊലപ്പെടുത്തുന്നു. ഇതുകൂടാതെ ഈ കുടുംബത്തിൻ്റെ ഒരു ആശ്രയത്തിൽ കഴിഞ്ഞു വന്നിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീയെയും അന്ധയായിട്ടുള്ള സ്ത്രീയെയും കൂടി അദ്ദേഹം ഈ ജിൻസൺ കൊല്ലുകയുണ്ടായി. അമ്മാവനെ കൊലപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇക്കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. 4 പേരെ കൊല ചെയ്തതിന് കൊലക്കുറ്റം വെവ്വേറെ തെളിയിക്കുവാനും കഴിഞ്ഞു. അങ്ങനെ തെളിവ് നശിപ്പിച്ചതും വീട് തീവച്ചതും ഒക്കെ തെളിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2017 ഏപ്രിൽ മാസത്തിലാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ വീട്ടിൽ റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം, ഭാര്യ റിട്ടയർഡ് ആയിട്ടുള്ള RMO കൂടിയായിട്ടുള്ള ഡോക്ടർ ജീൻ പത്മ, മകളായിട്ടുള്ള കരോലിൻ, മാത്രമല്ല ഡോക്ടറുടെ ബന്ധുവായിട്ടുള്ള ലളിത എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ്. കേതലിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റവും തെളിഞ്ഞ് അത് ഒപ്പം തന്നെ അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ബന്ധുവിനെയുമാണ് കേതൽ കൊന്നുതള്ളിയത് എന്നുള്ളത്
സ്ഥിരീകരിക്കുകയും ചെയ്തു. ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ പേരിലായിരുന്നു കൊല എന്ന് പറയപ്പെടുന്നത്. 65 ദിവസം നീണ്ട വാദത്തിനു ശേഷമാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, മാത്രമല്ല വീട് തകർക്കൽ, ബന്ധിയാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കേതലിനെതിരെ തെളിഞ്ഞത് എന്നുള്ളതാണ്. കുടുംബത്തിലെ 4 പേരെ പ്രതി കേതൽ ജിൻസൺ കൊലപ്പെടുത്തിയ കേസിൽ വിധി വന്നത് 8 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിക്രൂരമായിരുന്നു ആ കൊല. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ കേതലിന് കൊടുക്കണമെന്ന് വാദം സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവപര്യന്തമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജീൻ പത്മ, രാജാതങ്കം, കരോലിൻ എന്നിവരുടെ മൃതദേഹം വീടിൻ്റെ മുകൾ നിലയിലെ ബാത്റൂമിൽ കത്തിക്കരിഞ്ഞ നിലയിലും ലളിതയുടേത് താഴത്തെ നിലയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇവരുടെ മരണകാരണം കണ്ടെത്താൻ പക്ഷെ കഴിഞ്ഞിട്ടില്ല. ജീനിൻ്റെയും ഒപ്പം തന്നെ കരോലിൻ്റെയും മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അന്ന് കണ്ടെത്തിയിരുന്നത്. രാജയുടെ ശരീരം ഭാഗികമായിട്ട് കത്തിയിരുന്നു. ശരീരത്തിലെ 9 മുറിവുകളിൽ 7 എണ്ണം തലയോട്ടിയിലാണ് ഉണ്ടായിരുന്നത്. മഴ ഉപയോഗിച്ച് തലയിൽ വെട്ടിയാണ് രാജയെ കൊന്നതെന്നാണ് നിഗമനം. സാത്താൻ സേവയ്ക്ക് അടിമപ്പെട്ട് മാതാപിതാക്കളെയും ഒപ്പം തന്നെ സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെയാണ് കേതൽ കൊലപ്പെടുത്തിയത്. ജീവൻ കൊടുത്ത് ആത്മാവിനെ വേർപെടുത്തുന്നതിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരീക്ഷണമാണ് ഇത് എന്ന് പ്രതി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഗെയിം കാണിക്കാമെന്ന് പറഞ്ഞാണ് ഈ മാതാപിതാക്കളെയും ഒപ്പം തന്നെ സഹോദരിയെയും വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഇയാൾ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം മഴ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത് എന്നായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത്. കേരളിൻ്റെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. കൊലയ്ക്ക് ഉപയോഗിച്ച മഴു അത് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് എന്നതടക്കം കേടലിൻ്റെ മൊഴിയടക്കമുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ആത്മാവിനെ മോചിപ്പിക്കുവാനുള്ള കേടലിൻ്റെ ഈ ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നത്. അതേസമയം കേരളിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു പ്രതിഭാഗം അന്ന് കോടതിയിൽ വാദിച്ചുകൊണ്ടിരുന്നത്. കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലേക്ക് പോയ കേതൽ തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് കേതൽ തിരികെ എത്തിയത് എന്നുള്ളതാണ്. 10 വർഷത്തിലേറെയായി കുടുംബാംഗങ്ങൾ അറിയാതെ ഇയാൾ ഈ കേതൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി സാത്താൻ സേവ നടത്തിയിരുന്നു. ഇൻ്റർനെറ്റിലൂടെയാണ് കേതൽ ആസ്ട്രൽ പ്രൊജക്ഷനിൽ ഈ അറിവ് നേടിയത് എന്നുള്ളതാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിലെ അംഗമായിട്ടുള്ള കേതൽ സാത്താൻ സേവയിൽ എങ്ങനെ എത്തപ്പെട്ടു എന്നത് പോലീസിനെ കുഴക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ അന്വേഷണത്തിൽ കേതൽ അല്ലാതെ മറ്റൊരാളിൻ്റെ ഇടപെടൽ കണ്ടെത്താൻ തന്നെ കഴിഞ്ഞതുമില്ല. കേതൽ മാത്രമാണ് കേസിലെ ഏകപ്രതി എന്ന് പറയപ്പെടുന്നത്. സംഭവത്തിന് ശേഷം നന്ദൻകോടുള്ള വീട് ഇപ്പോഴും പൂട്ടിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ച കേതലിൻ്റെ ജയിലിലെ പെരുമാറ്റമടക്കം അടിമുടി വിചിത്രമായിരുന്നു എന്നുള്ളതാണ്. അതായത് ജയിൽവാസത്തിനിടെ കേതൽ സഹതടവുകാരനെ ആക്രമിച്ച സംഭവം ഉൾപ്പെടെ ഉണ്ടായി. ഇതോടുകൂടി ജയിലിലെ സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു പിന്നെ കേതലിൻ്റെ വാസം എന്ന് പറയപ്പെടുന്നത്. ഇതിനിടെ വിചാരണ നേരിടാനുള്ള ഒരു മാനസികാരോഗ്യം ഇല്ല എന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതോടുകൂടി കൂട്ടക്കൊലക്കേസിലെ വിചാരണ ആരംഭിക്കുവാൻ ഏറെ നാൾ വൈകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ജയിലിൽ കളിയും ചിരിയും തമാശയുമൊക്കെയായി കഴിഞ്ഞിരുന്ന കേതൽ ആദ്യ നാളുകളിൽ ജയിൽ ജീവനക്കാർക്കും ഒരു അത്ഭുതമായിരുന്നു എന്നുള്ളതാണ്. ജയിലിൽ വെച്ച് താൻ മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ട് എന്നുള്ളതായിരുന്നു കേതലിൻ്റെ അപ്പോഴത്തെ അവകാശവാദം എന്ന് പറയപ്പെടുന്നത്. 10 വർഷത്തിലേറെ ആസ്ട്രൽ പ്രൊജക്ഷനും സാത്താൻ സേവയുമൊക്കെ പരിശീലിച്ച തനിക്ക് ആത്മാക്കളുമായി സംസാരിക്കുവാൻ കഴിയുമെന്നും ഇയാൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നു. പലപ്പോഴും കേതലിൻ്റെ ഈ വിചിത്രമായിട്ടുള്ള അവകാശവാദങ്ങളും ഒപ്പം തന്നെ പെരുമാറ്റവുമൊക്കെ ജയിൽ ജീവനക്കാരെ അടക്കം അമ്പരപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രതി മാനസികാരോഗ്യം വീണ്ടെടുത്തതായി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടുകൂടിയാണ് കഴിഞ്ഞ വർഷം നവംബറിലാണ് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിചാരണ ആരംഭിക്കുന്നത്. കേസിൻ്റെ വിചാരണയ്ക്കിടെ കേതൽ കുറ്റം നിഷേധിച്ചിരുന്നു. തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നായിരുന്നു ഇയാൾ കോടതിയിലും ഇതിനോടൊപ്പം തന്നെ വാദിച്ചത് എന്നാണ്. എന്നാൽ സാത്താൻ സേവയിലൂടെ ആത്മാവിനെ മോചിപ്പിക്കൽ, അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊന്നുതള്ളിയ ആസ്ട്രൽ പ്രൊജക്ഷൻ ക്രൂരതയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജയ്ക്ക് കോടതി ജീവപര്യന്തം ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.